ഭജനഗീതങ്ങൾ മുഴങ്ങി ഭക്തിസാന്ദ്രമായ ദുബായ്. FOI ഇവന്റ് സംഘടിപ്പിച്ച അഖണ്ഡ ഭജനോത്സവം പ്രവാസികൾക്ക് അവിസ്മരണീയ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. UAE വിവിധ ആധ്യാത്മിക ഭജന സംഘങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയായിരുന്നു FOI ഇവന്റ്സ്. പ്രവാസികളെ ഭക്തിയുടെ ആനന്ദത്തിൽ ആറാടിക്കുകയായിരുന്നു ദുബായിൽ നടന്ന അഖണ്ഡ ഭജനോത്സവം. ദുബായ് ആസ്ഥാനമായ FOI ഇവന്റ്സ് ആണ് വിവിധ ശൈലികളിലുള്ള ഭജൻ സമ്പ്രദായങ്ങളെ ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവന്നത്. പങ്കെടുത്ത ഓരോരുത്തരുടെയും മനസ്സും കാതും നിറച്ച നിമിഷങ്ങളായിരുന്നു ഭജനോത്സവം സമ്മാനിച്ചത്. ഭജനകൾ ആസ്വദിച്ചും ഏറ്റുപാടിയും ഏവരും മഹോത്സവത്തിൽ അലിഞ്ഞു ചേർന്നു. ഇതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലോ. നമ്മുടെ നമ്മുടെ കൾച്ചറുമായിട്ട് ചേർന്ന് കിടക്കുന്ന എന്താ പറയുക, ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഒത്തൊരുമയും ഒക്കെ കൂടെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ രാവിലെ തുടങ്ങിയതാണ്. ഞങ്ങളും ഒരു ഭജനയുണ്ട്. ഞങ്ങൾക്കത് 6 മണിക്കുള്ള സ്ലോട്ടാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിനെക്കുറിച്ച് നമ്മളവിടെ സ്റ്റേജിൽ കയറാനായിട്ട്. ഭാരതത്തിലെ വിവിധ ആധ്യാത്മിക ഭജൻ സംഘങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയായിരുന്നു FOI ഇവന്റ്സ്. ബ്രാഹ്മണ സമാജം, അമൃത കുടുംബം, ഇസ്കോൺ, ചിന്മയ ഭജൻസ്, നവരൂപ്, ആർട്ട് ഓഫ് ലിവിംഗ്, സിഖ് ഭജൻസ് തുടങ്ങി 16 ഭജൻ സംഘങ്ങൾ പരിപാടിയുടെ ഭാഗമായി. ഊതുമെത്ത ഗ്ലെൻഡല ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടിയിലേക്ക് UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ ഒഴുകിയെത്തി. കുടുംബങ്ങളായി എത്തിയവരായിരുന്നു ഭൂരിഭാഗവും. നാട്ടിൽ ഭജനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പോലും പ്രവാസ മണ്ണിൽ ഇത് സാധ്യമായെന്ന സന്തോഷമായിരുന്നു. നാട്ടിലൊക്കെ വെച്ച് നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു ഭജനക്കൊക്കെ പോകാൻ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതെന്നറിഞ്ഞ് മുന്നേ നടത്തിയിട്ടുണ്ടായിരുന്നു അറിയായിരുന്നു. അപ്പോൾ കേട്ട് ഉള്ള അറിവേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. പക്ഷേ വളരെ നല്ലൊരു അനുഭവമാണ്. നമുക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭജന ടീമിൻ്റെ ഒരു പ്രകടനമാണ്. ഏറ്റവും മികച്ച ടീമുകൾ തന്നെയാണ് എല്ലാത്തിലും പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് രാവിലെ ഇപ്പോൾ സിന്ധി ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാമാണ് നടക്കുന്നത്. മലയാള ഗ്രൂപ്പിൻ്റെ ഓൾറെഡി കഴിഞ്ഞു. അല്ലാതെ ഒരുപാട് ഗ്രൂപ്പുകളുടെ വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു എല്ലാവരും കാഴ്ച. പക്ഷേ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ആക്ച്വലി. കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് വരുന്നതാണ്. പക്ഷേ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് നല്ല രീതിയിലുള്ളൊരു പരിപാടി തന്നെയാണ്. നല്ലൊരു ഭക്തിമയമാണ് പ്രോഗ്രാം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഭജനോത്സവം വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് സമാപിച്ചത്. അതും ഇടവേളകളില്ലാതെ. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ സാമ്പ്രദായികവും നൂതനവുമായ ഭജൻ ശൈലികൾ അടുത്തറിയാനും ആസ്വദിക്കാനുമുള്ള അവസരമായിരുന്നു ഏവരെയും കാത്തിരുന്നത്. ഭാരതത്തിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഭജൻസാണ് ഇവിടെ രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ മുതൽ എല്ലാ ടീമിൻ്റെയും ഭജൻസ് ഇതുവരെയുള്ളത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാതും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. വളരെ ഭക്തി നിർഭരം, ഭക്തി സാന്ദ്രം, ആവേശകരമായിട്ടുള്ള ഭജൻസ്. അതിൽ നമുക്ക് മുഴുകിയിരിക്കാനാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇങ്ങനെയൊരു ഭജനോത്സവം ആദ്യമായിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. 2013 FOI ഇവന്റ്സ് ഭജനോത്സവത്തിന് തുടക്കമിട്ടത്. കോവിഡ് കാലത്തൊഴികെയുള്ള എല്ലാ വർഷങ്ങളിലും മുടങ്ങാതെ ഭജനോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഭക്തിരസ പ്രധാനമായ സാമ്പ്രദായിക ഭജനകളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയെന്ന മഹത്തായ ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. നമ്മുടെ ഭജനോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 21ാമത്തെ എഡീഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഭജനോത്സവം നമ്മൾ തുടങ്ങിയത് 2013
ഇന്ന് അറൗണ്ട് 16 ടീംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭജനോത്സവത്തിൽ. അതിൽ നമ്മുടെ മിക്സ് ഗ്രൂപ്പ്സ് ആയിട്ടായിരുന്നു. ചിന്മയി ഉണ്ടായിരുന്നു, ഇസ്കോൺ ഉണ്ടായിരുന്നു, പിന്നെ അതുകൂടാതെ അമൃതാനന്ദമയുടെ ഭജൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ സിന്ധി ഗ്രൂപ്പ്, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഭജൻസ് ഉണ്ടായിരുന്നു, മിക്സ് ഭജൻസ് ആയിരുന്നു. അങ്ങനെ 16 ടീംസാണ് ഇപ്രാവശ്യം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഭജനോത്സവത്തിൽ. ഇതുവരേക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടാണ്, നല്ല ക്രൗഡായിട്ടാണ്. നമുക്ക് രാവിലെ തൊട്ടിട്ട് 6:30 സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. ഇതിപ്പോൾ നമ്മൾ ക്ലോസിങ് സെറമണിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഒരു 7:30 ആകുമ്പോഴേക്കും നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഭജനോത്സവത്തിന് ഇതുപോലെ തന്നെ നമ്മൾ ഈ ക്രൗഡും ഈ ആംബിയൻസും എക്സ്പെക്ട് ചെയ്യുന്നു. ഭജൻസ് കൂടുതൽ ജനകീയമാവുകയാണ് പ്രവാസ ലോകത്തും. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി നമസ്തേ അറേബ്യ ഒരിടവേളയ്ക്ക് ശേഷം തുടരും.